മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ വീണ്ടും ക്ഷുഭിതനായി വെള്ളാപ്പള്ളി നടേശൻ. ഇന്ന് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ തീവ്രവാദിയാണെന്ന് വെള്ളാപ്പള്ളി അതിരുവിട്ട് പറഞ്ഞു. ആരോ മനഃപൂർവ്വം പറഞ്ഞയച്ചയാളാണ് ഈ മാധ്യമപ്രവർത്തകനെന്നും വെള്ളാപ്പള്ളി ക്ഷുഭിതനായി ആരോപിച്ചു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ വന്ന ആളെ എനിക്കറിയാം. റാഹിം ഇരാറ്റുപേട്ടക്കാരനാണ്, MSFന്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. ഇതൊക്കെ എനിക്കറിയാം. അയാൾ ആരോ പറഞ്ഞയച്ചതാണ്. കാരണം ഒരു ധർമ്മം ഒന്നുമില്ല. ഞാൻ ഇത്ര പ്രായമുള്ള ഒരാളല്ലേ, അയാളോട് കാണിക്കേണ്ട മര്യാദയില്ലേ? അങ്ങേയറ്റം ശരിയല്ലാത്ത കാര്യമാണ് വെള്ളാപ്പള്ളി നടേശൻ അവിടെ വാർത്താസമ്മേളനത്തിൽ ഉടനീളം പറഞ്ഞത്. ഈ മുസ്ലിങ്ങളുടെ വക്താവാണ്, അല്ലെങ്കിൽ അങ്ങനെ ആയാൽ തന്നെയും അങ്ങനെ ആകുന്നത് തീവ്രവാദികളാവുക ആണ് എന്ന തരത്തിൽ അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള, തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ് വെള്ളാപ്പള്ളി നടേശൻ വാർത്താസമ്മേളനത്തിൽ പരസ്യമായി പറഞ്ഞ. പൂർണ്ണമായിട്ടും ആർത്ഥത്തിൽ എതിർപ്പ് ഉണ്ടാകേണ്ടുന്ന, കേരളമാകെ എതിർക്കേണ്ടുന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അതേക്കുറിച്ച് സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചു. ഇങ്ങനെയൊക്കെ പറയുന്നതിന് ഒരു മാധ്യമപ്രവർത്തകനെ, ഉത്തരവാദിത്തോടെ അദ്ദേഹത്തിന് ജോലി ചെയ്യുന്ന ഒരാളെ തീവ്രവാദി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതിന് തെളിവുണ്ടോ എന്ന ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചു. പക്ഷേ ആ ചോദ്യത്തോട് വീണ്ടും തട്ടിക്കയറുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. എനിക്ക് പറയാനുള്ള എൻ്റെ അനുഭവത്തിൽ താനാരോ അത് എനിക്ക് പറയാനുള്ള അവസരം എനിക്ക് തരണം. ഞാനിത് പഠിച്ചു അറിയണം. മര്യാദ എടുത്തോണ്ട് വയ്ക്കോളാം. ഞാൻ പഠിച്ചു അറിയാം. ഒരാൾ ചോദിച്ചാൽ മതി. അത് എൻ്റെ അനുഭവത്തിൽ അതുണ്ട്. അത്രയും മാത്രമല്ല, ഇനി കൂടുതൽ അതിനെ പറ്റി ചോദിക്കണ്ട. അതായിരുന്നു പൊതുവിൽ ആ വാർത്താസമ്മേളനത്തിലുടനീളം വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാട്. ചതിയൻ ചന്തു, CPIക്കെതിരെയുള്ള ചതിയൻ ചന്തു പരാമർശത്തിൽ പിന്നോട്ടില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPIയുടെ നിലപാടുകൾ ഇടതുമുന്നണിയിൽ അനൈക്യമുണ്ട് എന്ന തോന്നലുണ്ടാക്കി. ഇടതിൻ്റെ പിൻബലം പിന്നാക്കക്കാരുടെ പിന്തുണയാണെന്ന് മനസ്സിലാക്കണം എന്ന മുന്നറിയിപ്പ് കൂടെ അദ്ദേഹം നൽകി. ഈഴവർക്ക് നൽകിയതെല്ലാം മുസ്ലിം ലീഗ് അടിച്ചു മാറ്റിയെന്ന നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന നിലപാടും വെള്ളാപ്പള്ളി ആരോപിച്ചു. അത് വീണ്ടും ആവർത്തിച്ചു. ആ ത്രിതല പഞ്ചായത്ത് അവർക്ക് കിട്ടിയ സീറ്റുകളുടെ എണ്ണം പരിശോധിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാം. അവരുടെ സീറ്റ് വളരെ കുറഞ്ഞുപോയി. അതിൻ്റെ കാരണം എന്ത്? അവർ സ്വയം പഠിക്കട്ടെ. അവരൊന്നും മനസ്സിലാക്കണ്ടേ? അവരുടെ പിൻബലം എന്നുള്ളത് ഇവിടുത്തെ പിന്നോക്കക്കാരൻ്റെയും പട്ടികജാതിക്കാരൻ്റെയും പിൻബലമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ. ലീഗിനെ ഒന്നും ചീത്ത പറഞ്ഞില്ല. അവിടെ പോയി സ്കൂളിൽ പോയി മലപ്പുറത്ത് ഞങ്ങൾക്ക് ഒന്നുമില്ല എന്നെൻ്റെ സ്വന്തം സമുദായത്തിൻ്റെ ദുഃഖം ഒന്ന് പറഞ്ഞപ്പോൾ ലീഗിനെയാണ് ഞാൻ ഭരിച്ച, ലീഗിനെയാണ് കൊടുത്തത്. ആ സമുദായത്തെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. വേണ്ട, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇവർ ചെയ്ത ചതിവ്, ആ ഇരിക്കൂർ ഞങ്ങൾക്ക് അനുഭവിച്ചിരുന്ന സ്കൂളിൽ അപ്ഗ്രേഡ് ചെയ്ത സ്കൂൾ വരെ ഇവരടിച്ചു മാറ്റിക്കളഞ്ഞു ഇവരുടെ ഭരണകാലത്ത്.